ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലെച്ചസ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനെ മിൽക്ക് കേക്ക് എന്നും പറയും. സാധാരണ മിൽക്ക് കേക്കിനേക്കാളും ടേസ്റ്റ് ആണ് ഇത്. കാണാൻ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും. വായിലിട്ടാൽ അലിഞ്ഞു പോവും. ഓവൻ ഇല്ലാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ മൈദയുടെ എല്ലാ ഭാഗത്തും ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഞ്ഞക്കരുവും വെള്ളക്കരുവും മാറ്റിയെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അപ്പോൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക, തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പം മഞ്ഞക്കരുവും വെള്ളക്കരുവും മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളക്കരു നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ബീറ്റർ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നേരത്തെ ചെയ്ത റെസിപ്പിയിലൊക്കെ മുട്ട ബീറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. സ്നോ പുഡിങ്ങിലൊക്കെ ബീറ്റർ ഇല്ലാതെയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റിഫ് പീക്ക് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പൊക്കി എടുക്കുമ്പോൾ ഇതുപോലെ വന്ന് നിൽക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മഞ്ഞക്കരു ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബീറ്റർ ഇതിലോട്ട് വെച്ചാൽ പഞ്ചസാര ചിലപ്പോൾ തെറിച്ചു പോവും. ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. യെല്ലോ കളർ നന്നായിട്ട് മാറി വരുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒന്ന് ബീറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മാവ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ട കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതേപോലത്തെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. എഗ് വൈറ്റ് ചേർത്തതിന് ശേഷം ബീറ്റർ യൂസ് ചെയ്യേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കേക്ക് ടിന്നിൽ നന്നായിട്ട് എണ്ണയോ ബട്ടറോ തേച്ച് കൊടുക്കുക. ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് മാവ് ഇട്ടിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക. മാവ് എല്ലാ ഭാഗത്തും ആയി വരണം. കേക്ക് ടിന്നിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിൻ്റെ മുകളിലോട്ട് ഒരു തട്ടുകൂടി വെച്ച് കൊടുക്കാം. കേക്ക് ടിന്ന് ഡയറക്റ്റായിട്ട് ഉപ്പിലോട്ട് വയ്ക്കരുത്. അപ്പോൾ ഇതേപോലത്തെ തട്ടില്ലെങ്കിൽ ചെറിയ പാത്രം വല്ലതും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തുറന്നതിന് ശേഷം കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. വച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുക. കൂടുതൽ സമയം തുറന്നിട്ടിരിക്കരുത്. ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കി കൊടുക്കാം. 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ചൂട് അനുസരിച്ചിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക ബേക്കായോ എന്ന്. ബേക്കായെങ്കിൽ എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വയ്ക്കാം. പിന്നെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും അടപ്പ് തുറന്ന് നോക്കരുത്. അപ്പോൾ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നിട്ട് കേക്ക് പൊങ്ങി വന്നതൊക്കെ താന്നു പോവും. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം.
കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചൂട് മാറുന്നതിന് മുന്നേ തന്നെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ കേക്ക് താഴ്ന്നു പോവും. ഇനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ ബേസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. 3 തരത്തിലുള്ള പാല് ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സ്ട്രെസ് ലാച്ചസ് കേക്ക് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള പാല് മിക്സ് ചെയ്തെടുക്കണം. ഇത് ക്രീമാണ്. ഒന്നുകിൽ വിപ്പിംഗ് ക്രീം എടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. ഇവാപറേറ്റഡ് മിൽക്കാണ്. പുറത്തൊക്കെ എല്ലാ കടകളിലും ഈ ഇവാപറേറ്റഡ് മിൽക്ക് കിട്ടും. പക്ഷെ നാട്ടിൽ അത് കിട്ടാൻ പാടാണ്. 1/4 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പ് ആവുന്നവരെ വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ് ആണ്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ക്രീം 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് ഇവാപറേറ്റഡ് മിൽക്ക്. ഇത് കാണുമ്പോൾ കണ്ടോ, ഇവാപറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡിൻ്റെ കളറായിരിക്കും, പക്ഷെ പാല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവാപറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു 1/4 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പ് ആവുന്നവരേക്ക് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയെന്ന്. ഇപ്പം അത് പാടാണ് ചെയ്യാനെങ്കിൽ സാധാരണ പാല് ചൂടാക്കി തണുപ്പിച്ച് ചേർത്താൽ മതി. കുറച്ചൊന്ന് ടേസ്റ്റ് കുറയുന്നേ ഉള്ളൂ. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ കേക്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ പാൽ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാല് 1/4 കപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഇതിലോട്ട് ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് അത് താന്നു പോകുമ്പോൾ അടുത്തത് ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചില്ലെങ്കിൽ അത് പുറത്തോട്ട് പോവും, അകത്തോട്ട് നന്നായിട്ട് ഇറങ്ങി ചെല്ലില്ല. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. സാധാരണ കേക്കിനേക്കാളും ടേസ്റ്റാണ്. 1/4 കപ്പ് ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമും ഈ പാത്രമൊക്കെ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ കുറച്ചായിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പം ബീറ്റർ ഇല്ലാതെ നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം, പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ഇട്ട ഐസ്ക്രീമിൻ്റെ റെസിപ്പിയിൽ, കോഫി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതും സ്റ്റിഫ് പീക്ക് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ കഴിക്കാം. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്ട്രെസ് ലെച്ചസ് കേക്കിൽ ക്രീം വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു ഫ്ലവർ വരയ്ക്കുന്ന നോസിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം നോസിൽ വേണമെന്നുമില്ല. നോസിൽ ഇല്ലാതെ താഴെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ മുകളിൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ, സൈഡിലോട്ട് അങ്ങനെ അധികം വെച്ച് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ട്രേയിലായിരിക്കുമല്ലോ ഈ കേക്ക് വയ്ക്കുന്നത്, അതുകൊണ്ട് സൈഡിലോട്ട് വയ്ക്കാൻ പാടായിരിക്കും. വേണമെങ്കിൽ സൈഡിലും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് മുറിച്ച ചെറി ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറി തന്നെ വേണമെന്നില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന റോസാപ്പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതളുകൾ ഇതിൻ്റെ മുകളിലിട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം ഇവിടെ വാങ്ങാൻ കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറി ഇട്ടത്. കുറച്ച് പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. പിസ്തയും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന 1/4 കപ്പ് മിക്സ് ചെയ്തെടുത്ത പാലില്ലേ, അത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഉള്ളൂ. അപ്പം കേക്കൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും ഇതൊരു ട്രേയിലായിരിക്കും വാങ്ങാൻ കിട്ടുക. സാധാരണ കേക്ക് കിട്ടുന്ന പോലെ ബോർഡിലായിരിക്കില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇതുപോലുള്ള ട്രേയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. സ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ കോരിയെടുക്കാൻ. സർവ് ചെയ്യുമ്പോൾ ഒന്ന് മുറിച്ചിട്ട് അതൊരു പ്ലേറ്റിലാക്കി കൊടുത്താൽ മതി. കത്തിയൊന്നും വേണ്ട, സ്പൂൺ വെച്ചിട്ട് മതി. എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയേ. മൊത്തം പാലിലിങ്ങനെ കുതിർന്നിട്ടിരിക്കുകയാണ്. സാധാരണ എനിക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ കേക്കിനോട് അത്രയ്ക്ക് ഇഷ്ടമില്ല, പക്ഷേ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സോഫ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.